വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മലാപ്പറമ്പ് സ്കൂളിലെ കുട്ടികൾക്ക് കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പുതിയ സ്കൂൾ ഒരുങ്ങി. പഠനത്തിനായി 7 ക്ലാസ് മുറികളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ നിന്ന് മേഘ മാധവൻ ചേരുകയാണ്. മേഘ, ഏറെ ആശങ്കകൾക്ക് ശേഷം മലാപ്പറമ്പ് സ്കൂൾ പൂട്ടിയെങ്കിലും 75 കുട്ടികളുടെ ഭാവി സുരക്ഷിതമായിരിക്കുന്നു. അവരുടെ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. വിവരങ്ങൾ. അഞ്ജു, ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് ഇന്നലെ വൈകിട്ടോടെ മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചു പൂട്ടേണ്ടി വന്നത്. ഇന്നലെ വൈകിട്ട് തന്നെ കുട്ടികളെ കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിലേക്ക് മാറ്റുകയായിരുന്നു. സ്കൂൾ ഏറ്റെടുക്കുമെന്ന സർക്കാർ ഉത്തരവും ഒപ്പം തന്നെ പൂട്ടണമെന്ന ഹൈക്കോടതി ഉത്തരവും നിലനിൽക്കെ കുട്ടികളെ എന്തു ചെയ്യുമെന്ന ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് കുട്ടികളെ കോഴിക്കോട് കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിലേക്ക് മാറ്റാൻ ഇന്നലെ തീരുമാനം ഉണ്ടായത്. ഇന്ന് രാവിലെ ഈ സ്കൂൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ ചില കാലതാമസങ്ങൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളെ കുട്ടികൾക്ക് എവിടെ നിന്ന് അറിവ് പകരുമെന്ന ചില തടസ്സങ്ങൾക്കൊടുവിലാണ് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് കോൺഫറൻസ് ഹാളിലേക്ക് സ്കൂൾ മാറ്റിയത്. ഇന്ന് കോഴിക്കോട് കളക്ടറേറ്റിലെ എഞ്ചിനീയേഴ്സ് ഹാളിലാണ് കുട്ടികൾക്ക് ക്ലാസുകൾ നൽകുക. നേരത്തെ അഞ്ജു സൂചിപ്പിച്ചതുപോലെ തന്നെ UP സ്കൂളാണ്. 1 മുതൽ 7 വരെയുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ 7 ക്ലാസ് മുറികളാക്കിയാണ് 58 കുട്ടികളും 7 അധ്യാപകരുമാണ് ഈ സ്കൂളിലുള്ളത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് കളക്ടറേറ്റിലെ എഞ്ചിനീയേഴ്സ് ഹാളിൽ 7 ക്ലാസ് മുറികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ കുട്ടികളെ വരവേൽക്കാൻ ബലൂണുകൾ ഒക്കെ തയ്യാറാക്കി ക്ലാസ് മുറികൾ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. കുട്ടികൾ ഒന്നും തന്നെയും എത്തി തുടങ്ങിയിട്ടില്ല. ഏകദേശം 9:30-10 മണിയോടുകൂടിയായിരിക്കും കളക്ടറേറ്റിലെ എഞ്ചിനീയേഴ്സ് ഹാൾ ഒരു കുഞ്ഞു സ്കൂളായി മാറുക എന്നത് തീർച്ചയാണ്. അഞ്ജു, മേഘമാധവനാണ് വിവരങ്ങൾ നൽകിയത്. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടാനിടയാക്കിയത് മുൻ സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടിയ ദിനം പൊതുവിദ്യാഭ്യാസ രംഗത്തെ കറുത്ത ദിനമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് മോഡൽ സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂം വിദ്യാർത്ഥികൾക്ക് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരന്റെ മക്കൾക്ക് പഠിക്കാൻ കഴിയുന്ന സംവിധാനം തകർക്കാനാവില്ല. നിലവിലുള്ള പൊതുവിദ്യാഭ്യാസ സംവിധാനം തകർന്നാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാകും. അത് അനുവദിക്കാനാവില്ല. കോടതി നിഷേധ രൂപത്തിൽ ഉള്ള നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാത്തതിൻ്റെ കെടുതിയാണ് ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. ആ മാനേജ്മെൻറ്റിന് ആ സ്കൂൾ കെട്ടിടവും സ്ഥലവും വിൽക്കാൻ അവകാശമുണ്ട് എന്നിടത്ത് കോടതി നിൽക്കുകയാണ്. സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ ഫലത്തിൽ തടയുന്ന നിലപാടും എടുത്തിരിക്കുകയാണ്. സ്കൂൾ അടച്ചുപൂട്ടാൻ മുൻ സർക്കാർ അനുമതി നൽകിയത് റിയൽ എസ്റ്റേറ്റ് താൽപര്യങ്ങൾക്ക് വഴങ്ങിയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഏത് നിലയായാലും പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ സർക്കാർ അതിനുതകുന്ന നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ നിയമത്തിലും ചട്ടങ്ങളിലും എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാകും. തിരുവനന്തപുരം തൈക്കാട് മോഡൽ സ്കൂളിലെ നവീകരിച്ച ക്ലാസ് മുറികൾ വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രി സമർപ്പിച്ചു. മോഡൽ സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള മിഷൻ മോഡൽ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 116 വർഷം പഴക്കമുള്ള ക്ലാസ് മുറികൾ നവീകരിച്ചത്. കെട്ടിടത്തിന്റെ പൈതൃക സ്വഭാവം നഷ്ടപ്പെടുത്താതെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗുൽബർഗ കൂട്ടക്കൊലക്കേസിൽ കുറ്റക്കാരായി കണ്ടെത്തിയ 24 പേർക്കുള്ള ശിക്ഷാവിധി ഇന്നുണ്ടായേക്കും. അഹമ്മദാബാദ് പ്രത്യേക കോടതിയാണ് വിധി പറയുക. വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. ഗുജറാത്ത് കലാപത്തെ 2002 ഫെബ്രുവരി 25-നായിരുന്നു ഗുൽബർഗ സൊസൈറ്റി കൂട്ടക്കൊല നടന്നത്. 69 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, വിധി എപ്പോഴാകും ഉണ്ടാവുക? വധശിക്ഷ അതുതന്നെയാണ് പ്രോസിക്യൂഷന്റെ ആവശ്യവും. അഞ്ജു, അഹമ്മദാബാദ് പ്രത്യേക കോടതി ജഡ്ജി PB ദേശായിയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഇന്ന് വിധി പ്രസ്താവിക്കുന്നത്. നേരത്തെ ഇവർക്കുള്ള കുറ്റം വിധിച്ചിരുന്നു. ഇതിൽ 66 പ്രതികളാണ് ആകെ ഉള്ളത്. 24 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. 36 പേരെ കോടതി അന്ന് വെറുതെ വിട്ടിരുന്നു. ഇതിനെതിരെ പ്രതിഷേധമുണ്ട്. പക്ഷേ ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 24 പ്രതികളിൽ 11 പേർക്കാണ് വധശിക്ഷ കോടതി ഈ
ഗൂഢാലോചനയിലും ഗൂഢാലോചനയിലല്ല ഈ വധശ്രമത്തിന് പങ്കുള്ളതായി കോടതി കണ്ടെത്തിയത്. കൂടാതെ മറ്റുള്ളവർക്ക് ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ് എന്ന് മാത്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇവർ ഈ കുറ്റകൃത്യം നടത്തുന്നതിന് മുമ്പ് ഗൂഢാലോചന നടത്തി എന്നത് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ 24 പ്രതികൾക്കും വധശിക്ഷയ്ക്കും അതിന് നൽകിയില്ല എങ്കിൽ പരമാവധി ശിക്ഷയെ ജീവപര്യന്തം തന്നെ നൽകണം എന്നതാണ് പ്രോസിക്യൂഷന്റെ പ്രധാന ആവശ്യം. പക്ഷെ കോടതി ഇക്കാര്യത്തിൽ എന്ത് ശിക്ഷ നൽകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ 4-ാം തീയതി ഇക്കാര്യത്തിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കും എന്നുണ്ടായിരുന്നെങ്കിൽ പോലും അന്ന് പ്രോസിക്യൂഷന്റെ വാദം നീണ്ടുപോയി. പ്രതികൾ വളരെ മനുഷ്യത്വരഹിതമായ രീതിയിലാണ് അന്ന് വലിയൊരു ആൾക്കൂട്ടം ഈ ഗുൽബർഗ് സൊസൈറ്റിയിലേക്ക് എത്തിയത്. ജീവനോടെ തന്നെ ആളുകളെ കത്തിക്കുകയായിരുന്നു എന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് തന്നെ ഇവർക്ക് പരമാവധി ശിക്ഷ നൽകണം എന്ന് വാദിച്ചു. ആ സാഹചര്യത്തിലാണ് ശിക്ഷാവിധി ഇന്നത്തേക്ക് മാറ്റിയത്. ഇന്നും പ്രതികളുടെ വാദം അല്പസമയം കോടതിയിൽ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ശിക്ഷാവിധിയിലേക്ക് കോടതി കടക്കുക. ഗുൽബർഗ കൂട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്നുണ്ടാകും. വിവരങ്ങളാണ് സന്തോഷ് സാർലിൻ നൽകിയത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് VM സുധീറിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് AI ഗ്രൂപ്പ് നേതാക്കൾ ഇന്ന് ഹൈക്കമാൻഡിനെ കാണും. മുതിർന്ന AICC നേതാക്കളെ കണ്ട് സുധീറിനെ മാറ്റണമെന്ന ആവശ്യം AI ഗ്രൂപ്പ് നേതാക്കൾ ഇന്നലെ ഉന്നയിച്ചിരുന്നു. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത VM സുധീരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്നാണ് AI ഗ്രൂപ്പുകളുടെ നിലപാട്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റമില്ലെന്നുറപ്പിച്ച് VM സുധീരൻ ദില്ലിയിൽ നിന്ന് മടങ്ങിയതിന് പിന്നാലെയാണ് സുധീരനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് AI ഗ്രൂപ്പ് നേതാക്കൾ ഇന്ന് ഹൈക്കമാൻഡിനെ കാണുന്നത്. ഇന്നലെ ദില്ലിയിലെത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇക്കാര്യം വ്യക്തമാക്കി മുകുൾ വാസ്നിക് അടക്കമുള്ള AICC നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ AI ഗ്രൂപ്പ് നേതാക്കൾ ഇന്ന് മറ്റ് ഹൈക്കമാൻഡ് നേതാക്കളെ കാണുന്നത്. തോൽവിയിൽ ഉത്തരവാദിത്വമുള്ളവർ പദവിയിൽ തുടരുന്നത് ശരിയല്ലെന്ന ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവനയും ഇവർ രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഇന്നലെ ചേർന്ന UDF നേതൃയോഗത്തിൽ ഉയർന്ന നേതൃമാറ്റ ആവശ്യവും ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തും. UDF ചെയർമാൻ പദവി ഏറ്റെടുക്കാൻ ഉമ്മൻചാണ്ടി പൂർണ്ണ സമ്മതം നൽകാത്തതും സുധീരന്റെ സ്ഥാനചലനം ലക്ഷ്യമിട്ടെന്നാണ് സൂചന. ഉമ്മൻചാണ്ടി നിയമസഭാ കക്ഷി നേതൃപദവി ഒഴിഞ്ഞ സാഹചര്യത്തിൽ സുധീരനും പദവി ഒഴിയണമെന്നാണ് A ഗ്രൂപ്പ് നിലപാട്. UDF ചെയർമാൻ പദവി സംബന്ധിച്ച നിലപാട് അറിയിച്ചപ്പോഴും ഉമ്മൻചാണ്ടി ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. സുധീറിന് പകരം ഉമ്മൻചാണ്ടിയുമായി ഒത്തുപോകുന്നയാൾ നേതൃസ്ഥാനത്ത് എത്തുന്നതാണ് തിരിച്ചുവരവിന് നല്ലതെന്ന് ചെന്നിത്തലയും കരുതുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അദാനി പോർട്സിന്റെ തുറമുഖ വിഭാഗം മേധാവി കരൺ അദാനി ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തും. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ പുരോഗതി ചർച്ച ചെയ്യാനാണ് കൂടിക്കാഴ്ച. തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും കൂടിക്കാഴ്ചയിൽ പങ്കുചേരും. വിഴിഞ്ഞം തുറമുഖ പദ്ധതി പ്രദേശം കരൺ അദാനി സന്ദർശിച്ചേക്കും. LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ആദ്യമായാണ് അദാനി പോർട്സ് പ്രതിനിധി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നത്. ലാവ്ലിൻ കേസ് സംബന്ധിച്ച വിവിധ ഹർജികൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. കേസ് വിചാരണ കൂടാതെ തള്ളിയ വിജിലൻസ് കോടതി വിധിക്കെതിരെയുള്ള CBIയുടെ റിവിഷൻ ഹർജിയിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട് ചില സ്വകാര്യ വ്യക്തികൾ സമർപ്പിച്ച ഹർജികളാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നത്. വിചാരണ 2 മാസത്തേക്ക് നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള CBIയുടെ ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. NSG അംഗത്വത്തിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് മെക്സിക്കോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ മെക്സിക്കൻ പ്രസിഡന്റ് എൻറിക് പെനാ നിറ്റോയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഊർജ്ജോൽപാദന രംഗത്ത് ഇന്ത്യയുടെ പ്രധാന പങ്കാളിയാണ് മെക്സിക്കോ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ചയ്ക്കിടെ പറഞ്ഞു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുമെന്നും മോദി വ്യക്തമാക്കി. അമേരിക്ക ഉൾപ്പെടെയുള്ള 5 വിദേശ രാജ്യങ്ങളിലെ സന്ദർശനങ്ങളുടെ ഭാഗമായി മെക്സിക്കോയിൽ എത്തിയതായിരുന്നു നരേന്ദ്രമോദി. കഴിഞ്ഞ ദിവസം മോദി US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തിരുന്നു. റംസാൻ വിശേഷങ്ങൾ. വയനാട്ടിലെ ആദ്യകാല കുടിയേറ്റങ്ങളുടെ പുതുക്കിപ്പണിയാത്ത സ്മാരകമാണ് മാനന്തവാടിയിലെ കോറോം പള്ളി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോറോം പള്ളി പഴയ തനിമയോടെ വരവേൽക്കുകയാണ് മറ്റൊരു പുണ്യമാസത്തെ കൂടി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. വയനാട്ടിലേക്കുള്ള മുസ്ലിം കുടിയേറ്റങ്ങളുടെ ആദ്യകാലത്ത്
നിർമ്മിക്കപ്പെട്ട കോറോംപള്ളി ഇന്നും പഴയ തനിമയോടെ വിശ്വാസി സമൂഹത്തിന് തണലാണ്. പെരിങ്ങത്തൂരിൽ നിന്നും നാദാപുരത്തു നിന്നുമൊക്കെയായിരുന്നു ആദ്യകാലത്ത് ഇവിടേക്കുള്ള കുടിയേറ്റ ജനത ചുരം താണ്ടിയെത്തിയത്. അത് 500 വർഷത്തിൻ്റെ മേലെ ഇപ്പം പഴക്കം വയനാട്ടിലെ മുസ്ലിങ്ങൾക്കുള്ള, അതിൽ 300 വർഷത്തോളം പഴക്കം ഈ പള്ളിക്കുണ്ട്. പള്ളി പണിയുന്നതിന് ഭൂമി നൽകിയത് സമീപത്തെ പുളിമാരമ്മ ദേവസ്വമാണ്. മക്കിയാട് കോട്ടയിൽ അമ്പലത്തിന്റെ പുനർനിർമ്മാണത്തിന് പള്ളിയുടെ നിർമ്മാണം നിർത്തിവെച്ച് പങ്കുകൊണ്ട കഥയും ഇവിടത്തുകാർക്ക് പറയാനുണ്ട്. കോറോത്തുകാർ സംരക്ഷിച്ചു പോരുന്ന ഈ സാഹോദര്യ സ്മാരകം കുടിയേറ്റ ജനതയുടെ അതിജീവനങ്ങൾക്കും സാക്ഷിയാണ്. കോറോം പള്ളിയിൽ നിന്നുയരുന്ന ബാങ്കുവിളി തലമുറകളിലൂടെ തുടരുകയാണ്. അനൂപ് കയാർ, വയനാട്. മഞ്ചേശ്വരം താലൂക്ക് ആസ്ഥാനത്ത് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണവും താലൂക്ക് തലത്തിലുള്ള മുഴുവൻ ഓഫീസുകളും ആരംഭിക്കുന്നതിനുമാണ് തന്റെ പ്രധാന പരിഗണനയെന്ന് മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ്. ശേഷിക്കുന്ന റോഡുകളുടെ മെക്കാഡം ടാറിംഗ്, ഹൊസങ്കണ്ടിയിലെ ചെക്ക് പോസ്റ്റ് വികസനം, റെയിൽവേ മേൽപ്പാലം നിർമ്മാണം എന്നിവയും പരിഗണനയിലാണെന്ന് അബ്ദുൾ റസാഖ് MLA പറഞ്ഞു. രണ്ടാം വട്ടം കൂടുതൽ ശക്തമായ വെല്ലുവിളി നേരിട്ടാണ് മുസ്ലിം ലീഗിലെ PB അബ്ദുൾ റസാഖ് മഞ്ചേശ്വരത്തു നിന്നും ഇത്തവണ വിജയിച്ചത്. ശക്തമായ ത്രികോണ മത്സരത്തിൽ 89 വോട്ടുകൾക്ക് വിജയിച്ച PB അബ്ദുൾ റസാഖ് തുടങ്ങിവെച്ച പദ്ധതികൾ പൂർത്തിയാക്കാനും പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നതിനും മുൻഗണന നൽകുന്നു. മഞ്ചേശ്വരം താലൂക്ക് ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണമാണ് മുഖ്യ പരിഗണന. ഒപ്പം താലൂക്ക് ഓഫീസുകളുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിനും മിനി സിവിൽ സ്റ്റേഷനായിട്ട് ഒരു 5 കോടിയിലധികം രൂപ വേണ്ടിവരും. എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഇത് ചെയ്യും. ഇനിയും ഒരു 10 സ്ഥാപനങ്ങൾ വരാറുണ്ട്. മണ്ഡലത്തിൽ മെക്കാഡൻ ടാറിംഗ് ബാക്കിയുള്ള റോഡുകളുടേത് പൂർത്തിയാക്കാനും ഹൊസങ്കടിയിൽ ചെക്ക് പോസ്റ്റ് വികസന പദ്ധതിയും MLA ലക്ഷ്യമിടുന്നു. ദേശീയപാതയോട് അനുബന്ധിച്ച് സാങ്കേതിക തടസ്സം അത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെങ്കിൽ ഈ 4 വരി പാതക്കുള്ള സംവിധാനം ഉണ്ടാകണം. ഹൊസങ്കടിയിൽ റെയിൽവേ മേൽപ്പാലം, കുമ്പള ഉപ്പള ഉൾപ്പെടെ ദേശീയപാതയിൽ തിരക്കേറിയ പ്രദേശങ്ങളിൽ അണ്ടർവേകളും PB അബ്ദുൾ റസാഖ് MLAയുടെ പരിഗണനയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിപണി വിലയേക്കാൾ കുറവിൽ ജനങ്ങൾക്ക് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന ഹോർട്ടികോർപ്പ് വിപണന കേന്ദ്രങ്ങളിൽ ജനത്തിരക്ക് കൂടുന്നു. തീപൊള്ളുന്ന വിലവർദ്ധനവിന്റെ കാലത്ത് സർക്കാരിന്റെ വിപണിയിലെ ഇടപെടൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് പകരുന്നത്. ആദായ വിൽപ്പനയെന്ന് ഈ കടയുടെ മുന്നിൽ നിന്നും ആരും വിളിച്ചു കൂവുന്നില്ലെന്നേയുള്ളൂ. എന്നാൽ ഇവിടെ വന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി മടങ്ങുന്നവർ മനസ്സിൽ 1000 വട്ടം ഇത് മന്ത്രിച്ചിട്ടുണ്ടാവും. 70 രൂപയുടെ പയറിന് 30 രൂപ, 100 രൂപ വിലയുള്ള മുളകിന് 47 രൂപ, 30 രൂപ വിലയുള്ള വെള്ളരിക്ക് 18 രൂപ. ഇങ്ങനെ ഒരു അടുക്കളയ്ക്ക് ആവശ്യമുള്ളതെല്ലാം കൈകൊള്ളാതെ ഇവിടെ കിട്ടും. സാധനങ്ങൾ വാങ്ങാനെത്തുന്ന ജനവും വളരെ ഹാപ്പിയാണ്. പുറത്തെ വിലയെ അപേക്ഷിച്ച് പകുതി വിലയൊക്കെ ഉള്ളൂ. നല്ല മലക്കറിയും കിട്ടുന്നുണ്ട്. അതിന് പോലെ നല്ല വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്നു. വിപണിയിൽ സർക്കാർ ഇടപെട്ട് തുടങ്ങിയതോടെ സ്വകാര്യ പച്ചക്കറി ഉടമകളും സർക്കാർ വിലയ്ക്കൊപ്പം വില കുറയ്ക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഒരു ലോക സമുദ്രദിനം കൂടി കടന്നുപോയപ്പോൾ രാജ്യത്ത് പരിപാടികളില്ലെന്ന് മാത്രമല്ല, സമുദ്രപഠനത്തിൽ ഇന്ത്യ വളരെ പുറകിൽ പോയി. കടലിന്റെ ഗുണഭോക്താവായ കേരളത്തിന്റെ സമ്പദ്ഘടന പോലും നിയന്ത്രിക്കുന്നത് സമുദ്രത്തിലെ വ്യതിയാനങ്ങളാണ്. രാജ്യത്തിന്റെ ആകെ വരുന്ന 7000 കിലോമീറ്റർ തീരദേശത്ത് 560 കിലോമീറ്റർ മാത്രമാണ് കേരളത്തിന്റെ തീരമെങ്കിലും കേരളം പൂർണ്ണമായും കടലിന്റെ ഗുണഭോക്താവാണ്. സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ കാലാവസ്ഥയുടെ രൂപത്തിൽ കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നു. മത്സ്യമേഖല ഇതിനൊരു ഉദാഹരണം. ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സമുദ്ര പഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. ഭൂതല വിസ്തൃതിയുടെ 71% വരുന്ന സമുദ്രമേഖല 29% മാത്രം വിസ്തൃതിയുള്ള ഭൂഖണ്ഡങ്ങളിലെ ജനജീവിതത്തെയും കാലാവസ്ഥയെയും സമ്പദ്ഘടനകളെയും സാരമായി ബാധിക്കുന്ന ഘടകമാണ്. മാനവരാശിക്ക് ആവശ്യമായ മത്സ്യസമ്പത്തും എണ്ണപ്രകൃതി വാതകങ്ങളുടെ നല്ലൊരു ഭാഗവും ഖനിജങ്ങളും ഗതാഗത സൗകര്യങ്ങളും ഒരുക്കുന്ന കടലിൻ്റെ ആരോഗ്യം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കടലിനെ മാലിന്യമുക്തമാക്കി നിലനിർത്തേണ്ടത് മാനവരാശിയുടെ ആവശ്യതയാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് അതിൻ്റെ അത്രയോ അതിലധികമോ വിസ്തൃതിയുള്ള സമുദ്ര സാമ്പത്തിക മേഖല നിലവിലുണ്ട്. അവിടുത്തെ വിഭവങ്ങളെക്കുറിച്ചുള്ള ഗവേഷണ പഠനങ്ങൾ നമ്മൾ ഇപ്പോൾ തുടങ്ങിവെച്ചെങ്കിൽ മാത്രമേ മതിയാവൂ. നെതർലൻഡ്, ജർമ്മനി, ജപ്പാൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ സമുദ്രത്തെക്കുറിച്ച് പഠനം നടത്തി മുന്നേറുമ്പോൾ ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക ഭൗമവകുപ്പിന്റെ കീഴിൽ ഏതാനും സ്ഥാപനങ്ങൾ മാത്രമാണ് പഠനം നടത്തുന്നത്.
ഹെൽത്തി ഓഷ്യൻ ഹെൽത്തി പ്ലാനറ്റ് എന്ന മുദ്രാവാക്യമുയർത്തി മറ്റ് രാജ്യങ്ങൾ സമുദ്രദിനം ആചരിച്ചപ്പോൾ ഇന്ത്യ സമുദ്രത്തെയും ഗൃഹത്തെയും ഒരുപോലെ മറന്നു. കടലിലെ ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളുമൊക്കെ കേരളത്തിന്റെ സമ്പദ്ഘടനയും പ്രതികൂലമായി ബാധിക്കുന്നു. അതുകൊണ്ടാണ് സമുദ്രത്തെക്കുറിച്ചൊരു പഠനം വേണമെന്ന ആവശ്യവും ശക്തമാകുന്നത്. കൊല്ലം കടൽ തീരത്തിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. കാടിനു പുറത്ത് ജീവിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് വയനാട് വന്യജീവി സങ്കേതത്തിലെ കൊമ്മഞ്ചേരി എന്ന വനാന്തര ഗ്രാമം. പതിറ്റാണ്ടുകളായി പുനരധിവാസം കാത്തിരിക്കുകയാണ് ഇവിടെയുള്ള പ്രാകൃത ഗോത്രവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ. വനാന്തരത്തിൽ ദുരന്ത ജീവിതമാണ് ഇവരുടേത്. കൊമ്മഞ്ചേരി ഗ്രാമം കാട്ടിനുള്ളിൽ രോഗങ്ങളാലും വന്യമൃഗങ്ങളുടെ ആക്രമണം ഭയന്നും കഴിയുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ 2001 അടിയന്തിരമായി പുനരധിവസിപ്പിക്കണമെന്ന് ഉത്തരവിട്ട ഈ ഗ്രാമമെന്നാൽ ഇതുവരെ കാടിനു പുറത്തെത്തിയിട്ടില്ല. ആനകളും കടുവകളുമുള്ള കാടിനു പുറത്തെത്തണം ഏതാവശ്യത്തിനും. ഇപ്പം ഞങ്ങൾ മൊത്തം ഇവിടെ 6 കുടുംബമുണ്ട്. ഇപ്പോൾ ഉള്ളത് 3 കുടുംബമേ ഉള്ളൂ. 3 കുടുംബത്തിലെ ആൾക്കാരുള്ളത്. അതിൽ ഒരാൾ അസുഖമായ കിടക്കുന്നു, ബാക്കി 2 ആണുങ്ങളുണ്ട്. കാടിനു പുറത്ത് സ്ഥലം കണ്ടെത്തിയാൽ പുനരധിവാസം നടപ്പാകും. കൊടും കാട്ടിനുള്ളിൽ ഇനിയ ജീവിതം കൊമ്മഞ്ചേരിക്കാർക്ക് വയ്യ. അപ്പം ഞങ്ങൾ ഇങ്ങനെ തീയിട്ടല്ലേ തിണ്ണൽ കിടക്കുന്നത്, അകത്ത് കിടക്കാനും പറ്റില്ലല്ലോ. ആനകളെയും കടുവകളെയും പേടിക്കാതെ സമാധാനമായി ജീവിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും ഇവർക്ക്. ഇതെല്ലാം ചെയ്യണമെങ്കിലും ജില്ലാ ഭരണകൂടവും ഉദ്യോഗസ്ഥന്മാരും കഴിയണം. അതിപ്പോൾ ഈ സാധാരണ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിയുന്ന ഒരു ലക്ഷണം കാണുന്നില്ല, ഇത്രയും കാലമായിട്ട് കാണുന്നില്ല. അനൂപ് കെആർ, വയനാട്.